മലയാളി കന്യാസ്ത്രീകൾക്കെതിരായ കേസ്, ബീഹാർ വോട്ടർ പട്ടിക തുടങ്ങിയ വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായേക്കും. ഇരുസഭകളിലും വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ എംപിമാർ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകും. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലും ബീഹാർ വോട്ടർ പട്ടിക വിഷയത്തിൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചത് തടയാൻ CASF ഉദ്യോഗസ്ഥരെ ഏർപ്പെടുത്തിയതിൽ കടുത്ത വിമർശനമുയർന്നു. സ്വാതി ചേരുകയാണ്. സ്വാതി, ഇന്ന് പാർലമെന്റിൽ എങ്ങനെയാവും വിഷയങ്ങൾ? കന്യാസ്ത്രീ വിഷയം, അതുപോലെ തന്നെ ബീഹാർ വോട്ടർ പട്ടികയിൽ ആൾക്കാരെ ഒഴിവാക്കുന്നത്, ഇതൊക്കെ ഇന്ന് പാർലമെന്റിൽ ഉയർന്നു വരും. സ്വാതി. ഷമി, കഴിഞ്ഞ ദിവസങ്ങളിലും ഉയർന്നിട്ടുള്ള വിഷയങ്ങളാണ് ഈ കന്യാസ്ത്രീമാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടത്. ഇന്നും ഈ വിഷയങ്ങൾ തന്നെ പാർലമെന്റിലേക്ക് അടിയന്തര പ്രമേയ നോട്ടീസായി വരും. സഭ നിർത്തിവെച്ചുകൊണ്ട് ചർച്ച ചെയ്യണമെന്ന ആവശ്യം തന്നെയായിരിക്കും പ്രതിപക്ഷം ഉന്നയിക്കുക. ഇതിനോടകം തന്നെ കോൺഗ്രസിന്റെ വിവിധ എംപിമാർ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ കന്യാസ്ത്രീമാരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടത് നേതാക്കളും അടിയന്തര പ്രമേയ നോട്ടീസായി നൽകുമെന്നുള്ളത് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. കന്യാസ്ത്രീമാർക്കെതിരെ എടുത്തിട്ടുള്ള ഈ കേസ് പിൻവലിക്കുക, അതോടൊപ്പം തന്നെ ബജ്രംഗ് ദൾ പ്രവർത്തകർക്കെതിരെയുള്ള പരാതി അത് ഗൗരവപൂർവ്വം തന്നെ അന്വേഷിക്കണം. മതപരിവർത്തന ആരോപണം നേരിടുന്നവരെ INA അന്വേഷണ പരിധിയിൽപ്പെടുത്തുന്നത് അവസാനിപ്പിക്കണം. അതോടൊപ്പം ബജ്രംഗ് ദളിന്റെ നേതൃത്വത്തിലുള്ള ആദിവാസികൾക്കെതിരായ ആക്രമണങ്ങളിൽ നടപടിയെടുക്കണം, സാമുദായിക ഐക്യം നിലനിർത്തണം തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ അടക്കം ഉള്ള എംപിമാർ ഇതിനോടകം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടുള്ളത്. അല്പസമയത്തിനകം ഇടത് എംപിമാരും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ ഈ കരട് പ്രസിദ്ധീകരിച്ചതിന് ശേഷവും ഉയരുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം തേജസ്വി യാദവ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഈ വോട്ടർ പട്ടികയിൽ തന്റെ പേരില്ല എന്നുള്ള ആരോപണവുമായൊക്കെ രംഗത്തെത്തിയെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതൊക്കെ തള്ളുകയും ചെയ്തിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള ഒരു പോര് നിലവിൽ നിൽക്കുകയാണ്. ഈ SIR പ്രക്രിയയുടെ മറവിൽ നിരവധി പേർക്ക് വോട്ടവകാശം നിഷേധിച്ച സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളെല്ലാം തന്നെ പാർലമെന്റിലേക്ക് ഇന്ന് ഉയരുമെന്നുള്ളതിൽ സംശയമില്ല. രാജ്യസഭയിലും ലോക്സഭയിലും ഈ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടുവാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം ഇതിന് ചർച്ചയ്ക്ക് ഈ വിഷയങ്ങളിലൊന്നും തന്നെയും ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള നിലപാട് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർന്നിരുന്നു. അത് തന്നെയാണോ ഇന്നും ഈ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സമീപനം എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. സ്വാതിയാണ് വിവരങ്ങൾ നൽകിയത്.